പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി, നല്ല പകൽക്കാലത്തിനായി, വിശുദ്ധ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കാലാവസ്ഥയുടേതായിരിക്കുന്ന ജലദോഷം, പ്രയാസങ്ങൾ ഒക്കെ നമുക്കെല്ലാവർക്കും, നമ്മളിൽ അനേകരും നേരിടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം തന്നിരിക്കുന്ന ബലം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവനാമ മഹത്വത്തിനായി സ്തോത്രം. ആകിയാൽ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനും തുടർന്നും ശക്തിയോടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന വചനം പ്രഘോഷിപ്പാനുള്ള ദൈവകൃപ നൽകി തരേണ്ടതിനും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. സങ്കീർത്തനം 37, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിലാണ് നമ്മൾ കാണുന്നത്. ആരംഭം തന്നെ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. ഈ നീ ആരാ? സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ സങ്കീർത്തനക്കാരൻ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സങ്കീർത്തനക്കാരനോട് സംസാരിക്കുന്നത് പോലെ എഴുതുന്നത്. അപ്പോൾ ദൈവം ദാവീദിനെ നോക്കി പറയുകയാ, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നാം ഓരോരുത്തരും, അപ്പോൾ ഒരുപക്ഷെ പറയും പ്രസംഗിക്കുന്ന ആൾ കേൾക്കുന്ന ആളെന്ന്. പക്ഷേ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആളും തൻ്റെ ശബ്ദവീചികളെ കേൾക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മളെല്ലാവരും സ്തോത്രം. അപ്പോൾ ഇന്നത്തെ വചനം അല്ല, എന്നത്തെയും വചനം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. യാതൊരു വ്യത്യാസവും. ചിലത് പ്രസംഗിക്കുന്നവർക്ക്, ചിലത് കേൾക്കുന്നവർക്ക്, ചിലത് ഇന്നയാൾക്ക്, ചിലത് ആ ആൾക്ക്. അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മോടെല്ലാവരോടും ഇടപെടുന്നു, നമ്മോടെല്ലാവരോടും സംസാരിക്കുന്നു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 40ഓളം വാക്യങ്ങളുള്ള സങ്കീർത്തനം, എല്ലാ വാക്യങ്ങളും എടുത്ത് സംസാരിക്കാൻ സമയമില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു മേഖല എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനത്തിൽ ഏകദേശം 9ഓളം പ്രാവശ്യം, 9 അല്ലെങ്കിൽ 10 പ്രാവശ്യം നീ എന്ന് ദൈവം ആരെ അഭിസംബോധന ചെയ്യുന്നോ ആ വ്യക്തി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെയാകുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന നാം ഓരോരുത്തരും ചെയ്യണം എന്ന് ദൈവം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളെ നമുക്ക് വളരെ ശക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, മുഷിയരുത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മുഷിഞ്ഞു പോകുന്നവരാ, അല്ലേ? സ്തോത്രം. പല കാര്യങ്ങൾ വരുമ്പോൾ, പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകും. സ്തോത്രം. പക്ഷേ ഇതേ സങ്കീർത്തനത്തിൽ പറയാൻ മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. നമ്മൾ മുഷിഞ്ഞ മനസ്സോടെ, മുഷിഞ്ഞ ആ ഒരു അനുഭവത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നിനെയും പോസിറ്റീവായിട്ട് നേരിടുവാനായിട്ട്, അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിപ്പാനായിട്ട്, പോസിറ്റീവായിട്ട് ചിന്തിപ്പാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഒരു ദൈവവേദന എന്ത് ചെയ്യരുത്? മുഷിഞ്ഞു പോകരുത്. ജീവിതത്തിൽ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമുക്ക് നേരെ കടന്നു വന്നെന്നിരിക്കാം. പക്ഷെ ഒരു സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമ്മൾ ആരും എന്ത് ചെയ്യരുത്? മുഷിഞ്ഞു പോകരുത്. അടുത്ത പറയുക, അസൂയപ്പെടരുത്. സ്തോത്രം. അസൂയയ്ക്ക് ഒത്തിരി സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദരിദ്രന്മാരും ധനവാന്മാരും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടായിരിക്കുന്നത്. ലോകം വലുതാവുന്നുണ്ട്, പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, കണക്കെടുപ്പുകൾ പ്രകാരം ഇപ്പോഴും ദരിദ്രനും ധനവാനും തമ്മിലുള്ള അന്തരം, ആ ഗ്യാപ്പ് ഇപ്പോഴും വളർന്നുകൊണ്ടായിരിക്കുന്നേ. നമ്മൾ ദരിദ്രരാണെങ്കിൽ ധനവാന്മാരെ കണ്ട് അസൂയപ്പെടരുത്. സ്തോത്രം. ചിലർ ഉയർന്നു പോകുന്നത് കണ്ട്, ചിലർ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. സ്തോത്രം. മുമ്പോട്ട് പോവാം. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ വളരെ ലളിതമായ വചനങ്ങളാണ്. പകരം ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്മ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് ലോകത്തിൽ. ഒരുപക്ഷെ ഞാൻ പറയട്ടെ, നമ്മളെക്കാളും നന്മ ചെയ്യുന്നവരുണ്ട് ലോകത്തിൽ. നമ്മളൊക്കെ എന്തുവാ ചെയ്യുന്നത്, അല്ലേ? സ്തോത്രം.
പക്ഷെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണമെന്ന് പറയുക സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മകൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ള നന്മകളായിരിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തെ മുൻനിർത്തി, ദൈവമാണ് ഞാൻ നന്മ ചെയ്യാൻ എനിക്ക് ബലം തരുന്നതെന്നുള്ള അക്നോളജ്മെൻറ്റോടുകൂടെ, ആ തിരിച്ചറിവും സമ്മതത്തോടും കൂടെ. പലപ്പോഴും നമ്മൾ നന്മ ചെയ്യുമ്പം ഇതേതാണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നമ്മുടെ പോക്കറ്റിൽ തന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അടുത്ത് പറയുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദേശത്ത് നാം പാർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടാകണം. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തത ആചരിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. മുമ്പോട്ട് പോകുക. അടുത്ത് പറയുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് വളർന്നു വലുതായി വരുമ്പോൾ ചില കാലങ്ങൾ പിന്നിടവേ തന്നിൽ തന്നെ രസിക്കുന്ന, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ രസിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്, ഒരു ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയാണ്. നിന്നിൽ തന്നെ രസിക്കരുത്, നിനക്കുള്ളവയിൽ രസിക്കരുത്. നീ രസിക്കുന്നത് എപ്പോഴും യഹോവയിൽ തന്നെ ആയിരിക്കണം. അടുത്ത് പറയുക, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. നമ്മുടെ വഴികളെ ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. അടുത്തത്, അവനിൽ തന്നെ ആശ്രയിക്കുക. വായിച്ചു പോവാണേ, കാരണം ഇപ്പോൾ തന്നെ 7 മിനിറ്റായി. അടുത്ത് പറയുക, 7-ാമത്തെ വാക്യം, യഹോവയുടെ മുമ്പിൽ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടോ? ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ, ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായിട്ട് കാത്തിരിക്കുക. അവിടെ പറയുന്ന ഒരു വാക്കുകൂടെയുണ്ട്, മിണ്ടാതിരുന്ന് കാത്തിരിക്കുക. മിണ്ടാതിരുന്ന് കാത്തിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ പുലമ്പലുകളെ നിർത്തിയിട്ട്, നമ്മുടെ ആവലാദികളെയൊക്കെ ഇങ്ങനെ ഇടറില്ലാതെ പറയുന്നത് നിർത്തിയിട്ട് കർത്താവ് പറയുന്നതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ദൈവത്തിന് ചിലത് നമ്മളോട് പറയാനുണ്ട്. നമ്മളെപ്പോൾ നോക്കിയാലും അങ്ങോട്ട് പറഞ്ഞ്, നേരത്തെ പാട്ട് പാടിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ കർത്താവിനെ മടുപ്പിക്കുന്ന, കർത്താവ് മടുത്തു പോകത്തില്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, മാനുഷികമായിട്ട് പറയുക. സ്തോത്രം. കർത്താവിനെ ശ്രദ്ധിക്കാം. അടുത്ത് പറയുക, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേ ഉള്ളൂ. സ്തോത്രം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ, നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ചിന്തിച്ചു അല്ലേ? സ്തോത്രം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ശാന്തത. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. അത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വായിക്കുന്നതിന് മുന്നേ ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. സൗമ്യതയുള്ളവരായിരിക്കുക. പലപ്പോഴും നമ്മുടെ സൗമ്യത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തിനെ വൈരുദ്ധ്യമായി നിൽക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് സൗമ്യതയുള്ളവരായിരിക്കുക. സ്തോത്രം. അടുത്ത വാക്യം ഓടി മുന്നോട്ട് പോകുകയാണ്. 27-ാമത്തെ വാക്യം, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ആദ്യം നമ്മൾ കണ്ട യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അടുത്ത ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുക, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. നമ്മൾ പലപ്പോഴും ഗുണം ചെയ്യും, നന്മ ചെയ്യും, പക്ഷേ ദോഷം നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. വളരെ ശാന്തമായിട്ടാണ് ചിന്തിക്കുന്നത്.
നമ്മുടെ ദോഷങ്ങളെ വിട്ടുകളയാനുള്ളൊരു മനസ്സുണ്ടാകണം. നമ്മുടെ ദോഷങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി ഗുണം ചെയ്യാൻ പോകരുത്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ വല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നെ ചെയ്യും? നമ്മൾ ഓടിപ്പോയി ഒരു മുട്ടായി മേടിച്ചു കൊടുക്കും. എന്തിനാണെന്നറിയാവോ? ഇവരെ അങ്ങ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കോപം തെറ്റായിരുന്നെന്നും എൻ്റെ അടി മോശമായിരുന്നെന്നും റെക്കഗ്നൈസ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകും. അങ്ങനെയല്ല, നമ്മുടെ ദോഷങ്ങളെ വിട്ട് കളഞ്ഞ് ഗുണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. സ്തോത്രം. ദോഷത്തെ മാറ്റിയിട്ട് ഗുണം ചെയ്യുന്ന നമ്മുടെ സ്വഭാവം കൊണ്ടായിരിക്കണം. ദോഷത്തെ മറയ്ക്കാനും നമ്മൾ പറഞ്ഞതിൻ്റെതായിരിക്കുന്ന എല്ലാം ഒരു പാസിഫിക്കേഷൻ മെത്തേഡായി മാറരുത്. സ്തോത്രം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. അടുത്ത് പറയുക 34 വാക്യം, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. നമ്മൾ ആദ്യം കണ്ടു, നമ്മുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുക, യഹോവയെ നമ്മുടെ വഴി ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവിടുത്തെ വഴി പ്രമാണിച്ച് നടക്കണം. നമ്മൾ പലപ്പോഴും യഹോവയെ നമ്മുടെ വഴി അങ്ങ് ഭരമേൽപ്പിച്ചിട്ട് നമ്മുടെ വഴിയിൽ തന്നെ നടന്ന് കർത്താവ് കൂടെ ഉണ്ടാകണമെന്ന് പറയും. പക്ഷേ യഹോവയെ വഴി ഭരമേൽപ്പിക്കുന്നവൻ അവൻ്റെ വഴിയാണ് പ്രമാണിച്ച് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. സ്തോത്രം. അടുത്ത് 37 വാക്യം, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മൾ ആരെ പിൻപറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്തോത്രം. കണ്ടതും കേട്ടതും എല്ലാം കേട്ട് അതെല്ലാം പൗലോസ് എഴുതുന്നത് പോലെ ഉപദേശത്താൽ അലഞ്ഞു പോകുന്ന ഓട പോലെ നമ്മളായിത്തീരരുത്. കേൾക്കുന്നത് നേരാണോ ശരിയാണോ എന്നതിനെ വിശകലനം ചെയ്യുന്നവരായി നമ്മൾ തീരണം. നേരുള്ളവനെ കുറിക്കൊള്ളുക, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. നമുക്ക് മുൻപേ പോയ വിശുദ്ധന്മാരെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ കാലാവസാനത്തിങ്കൽ അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കി അവരെ പിൻപറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലരും ഓട്ടക്കളത്തിൽ ഓടി ഓടി പതുക്കെ ട്രാക്ക് മാറുന്നത് നമ്മൾ തന്നെ അറിയാതെ പോകും. അറ്റ് ദ എൻഡ് വരുന്ന സമയത്ത് ഭയത്തോടെയാണ് ഞാനും അത് പറയുന്നത്. സ്തോത്രം. അവസാനം എത്തുമ്പോഴത്തേക്കിന് ദൈവം ഏൽപ്പിച്ച വഴികളും പാതകളും ഒക്കെ മാറി തൻ്റേതായ ഏതാണ്ട് വഴികളിലൊക്കെ പോയി സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്നത് നാം ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിഷ്കളങ്കനെ കുറിക്കൊള്ളാം, നേരുള്ളവനെ നോക്കാം, കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തുടർന്ന് അല്പസമയം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ജോയ്സിംഗ് പാസ്റ്റർ സംസാരിക്കും. ഹല്ലേലൂയ.